പഴയ കാലത്തെ പെരുന്നാള് എങ്ങനെയായിരുന്നു? പണ്ടത്തെ കാലത്ത് തന്നെയാണ് നല്ലോണം നല്ല ഭക്ഷണം വയറ് നിറയെ തിന്നാനും കുടിച്ചാനും കിട്ടും ഒക്കെ ഉള്ളു. മറ്റേത് അങ്ങനെ ഉണ്ടാവില്ലപ്പാ, കുറേശ്ശെ ഉണ്ടാവുള്ളൂ. പൂതിയും പഞ്ചും തീർന്ന് തിന്നാണ്ടായിട്ടില്ല പണ്ടത്തെ കാലത്ത്. ഇപ്പോഴാണ് അതൊക്കെ തിന്നാനും കുടിച്ചാനും ബാക്കി ഇടാനും ഉടുക്കാനും എല്ലതും ഉള്ളത്. പെരുന്നാൾ എന്നുണ്ട് പറഞ്ഞ് നമ്മൾ കാത്തുനിന്നാണ്ട് കുറേ ആവുമ്പോൾ നമുക്ക് നായ്ശേരി ഒരു ഉണ്ടിപ്പാത്രത്തിൽ ഇട്ടുവെക്കും. എന്നിട്ടാണ് ആ അരി എടുത്തിട്ടാണ് ഒന്നായിട്ട് പെരുന്നാളിന് ചോറ് വെക്കല്. 10 പൈസ അന്നൊക്കെ, അന്ന് 10 പൈസ, 1 കാല് 2 കാല് 3 കാല് അങ്ങനെ മുക്കാല് അത് നുള്ളി കൂട്ടിയിട്ട് ഉണ്ടാക്കിക്കാണ്ട് അതുകൊണ്ടാണ് ഇറച്ചി മേങ്ങൽ. അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഒന്നായിട്ട് കെട്ടിക്കൊണ്ടല്ലോ ഇങ്ങനെ അറുത്തുകാണ്ട് ഇങ്ങനെ കൊണ്ടല്ലോ ഒന്നുമില്ല. ഇപ്പൊ 100 പേർക്ക് അറുത്താൽ ബാക്കിയല്ല എമ്പാടും. പണ്ടത്തെ കാലത്ത് കുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കും. പിന്നെ പെരുന്നാളിന് ഇപ്പൊ ആരും വരില്ല അടുക്കളയിൽ, പെണ്ണുങ്ങൾ തന്നെയല്ലേ, അതെന്താ കൊണ്ടുവരികയല്ലേ. പണ്ടത്തെ കാലത്ത് കുട്ടികളും മക്കളും വയ്യോലും തള്ളിയും തന്തന്റെ തന്തിയും പന്തളി എല്ലാവരും ഉണ്ടാവും. ഏതും നുറുക്കലും ഇറച്ചി ഉണ്ടെങ്കിൽ അത് മുറിച്ചലും എല്ലാവരും പാടെ കൂടിയിട്ട് ഉണ്ടാക്കും. തേങ്ങാച്ചോറ് തന്നെ കൂടുതലും വെക്കുള്ളൂ. നെയ്ച്ചോറ് ബിരിയാണി ഒന്നുമില്ല. തേങ്ങ ചണ്ടി ഉള്ളിയും തേങ്ങയും ഇട്ടുകാണ്ട് ഉലുവയും തേങ്ങ ഇട്ടുകാണ്ട് വെള്ളം വറ്റിച്ച നെയ്ച്ചോറും ബിരിയാണി ഒന്നുമില്ല. കറി കോഴി ഇറക്കുക, ഒരു കോഴിക്കുട്ടിനെ നമ്മളവിടെ വളർത്തുന്ന ഒരു കോഴി ഇറക്കും, അതുകൊണ്ട് ഒരു വെള്ളം തിളപ്പിച്ചു തേങ്ങ അരച്ചുകാണ്ട് ഒരു വെള്ളം ഉണ്ടാക്കും. ഒന്നായിട്ട് ഒരു കലമൊക്കെ ഉണ്ടാക്കും. 1 2 തേങ്ങയും അതിക്ക് മല്ലി മുളക് ഇട്ടിട്ട് അതുണ്ടാക്കും. അങ്ങനെയൊക്കെ ഇടാനും ഉടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. വലിയത് പഴയത് തിരുമ്പി വെളുപ്പിച്ച് നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് തിരുമ്പിയിട്ട് മടക്കി വെക്കുക. നാളെ കുളിച്ചിട്ടിടാനൊരു വസ്ത്രം വേണ്ടേ. പഴയത് നോക്കി വെച്ച് തുന്നി കൂട്ടിയൊക്കെ ഉണ്ടാക്കി വെക്കും. അങ്ങനെയാണ് ഈ അക്കാലത്ത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം ഇഷ്ടംപോലെ നേരത്തിന് പോയി കൊണ്ടുവരില്ലേ ഓരോന്നിനും ഇടാനും കൊടുക്കാനും ഒക്കെ. അന്നത്തെ കാലം എണ്ണ വെച്ച് കുളിപ്പിച്ചാലൊക്കെ നല്ല വലിയ കാര്യമാണ്. കുട്ടികളൊക്കെ എണ്ണ വെപ്പിച്ച് കുളിപ്പിച്ച് പെരുന്നാളിനെ തേക്കന്നെ ഉള്ളേ, അല്ലാണ്ട് കിട്ടൂല. ഇന്നത്തെ പെരുന്നാളിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്നത്തെ പെരുന്നാളിനെ പറ്റി ഇപ്പൊ പണ്ടത്തെ മാതിരിയാ കൂടുതൽ. ഇപ്പൊ ആര് കൂടാനും വരാനും ഇരിക്കാനോ ആരുമില്ല. പണ്ടത്തെ മാതിരിയാ കൂടലും ഇരിക്കലും ഒന്നുമില്ല. അവനാണ്ട്